പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ തന്നെയാണ് എല്ലാ ഇടങ്ങളിലെ ബൂത്തുകളിലും നമുക്ക് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം നഗരസഭയിലാണ്. മലപ്പുറം നഗരസഭയിലെ 5ാം വാർഡ് ഉൾപ്പെടുന്ന ഉമ്മത്തൂർ AMUP സ്കൂളിലെ 2ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെയും ആളുകൾ ധാരാളം ഉണ്ട്. മാത്രമല്ല രാവിലെ തന്നെ ആളുകൾ പരമാവധി എത്തി വോട്ട് ചെയ്തു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇവിടം എന്ന് മാത്രമല്ല പല ഇടങ്ങളിലും അത്തരത്തിൽ ആളുകൾ വേഗം, അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, നമ്മൾ നേരത്തെ രാവിലെ 6:45 സമയത്ത് വരെ സ്ത്രീകൾ നേരത്തെ പല ബൂത്തുകളിൽ, ഇപ്പം പാണക്കാട് LP സ്കൂൾ ഉൾപ്പെടെയുള്ള ബൂത്തുകളിലടക്കം ആളുകൾ വന്നിരുന്നു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള. അപ്പോൾ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നല്ല പ്രതികരണം, അല്ലെങ്കിൽ പോസിറ്റീവായി തന്നെ രാവിലെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പോസിറ്റീവായി തന്നെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പോളിംഗ് ആ രീതിയിൽ തന്നെയാണ് പോളിംഗ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ തന്നെ 26.15% പോളിംഗ് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 10:30 സമയത്തെ കണക്കാണ് പറയുന്നത്. നഗരസഭാ അടിസ്ഥാനത്തിലും നല്ല പോളിംഗ് ശതമാനം തന്നെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. പല നഗരസഭകളിലും വളാഞ്ചേരി നഗരസഭയിൽ ഏറ്റവും കൂടുതൽ 28.43% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മഞ്ചേരിയിലാണ് ഏറ്റവും കനത്ത മത്സരം നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. മഞ്ചേരിയിൽ 29.24% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നഗരസഭാ ബേസും അല്ലാതെയും ഒക്കെയായി പോളിംഗ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പൊതുവെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് പോളിംഗ് നടക്കുന്നത്. എവിടെ നിന്നും ഒരു അനിഷ്ട സംഭവങ്ങളും ഇന്നേ വരെ മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചിലയിടങ്ങളിൽ ഈ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ ഒരു പരിധിവരെ എല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വളരെ സ്മൂത്തായി തന്നെ മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. 94 പഞ്ചായത്തുകളിലേക്ക്, 12 നഗരസഭകളിലേക്ക്, 15 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഒരു ജില്ലാ പഞ്ചായത്തിലേക്കുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. ഏതാണ്ട് 2789 വാർഡുകളുണ്ട്. ഈ വോട്ടർമാർക്കായി എല്ലാം തന്നെ 4343 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രശ്നബാധിത ബൂത്തുകളായിട്ടുള്ളത് 277 പ്രശ്നബാധിത ബൂത്തുകളും 18 അതിപ്രശ്നബാധിത ബൂത്തുകളുമാണുള്ളത്. അവിടങ്ങളിലെല്ലാം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും വെബ് ക്യാമറ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒരുക്കിയിട്ടുണ്ട്. 36,18,851 വോട്ടർമാരാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ പോളിംഗ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. 8,381 സ്ഥാനാർത്ഥികൾ, വിവിധ ഇടങ്ങളിൽ നിന്നായി സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ഏതായാലും ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പൊതുവായി പറയുകയാണെങ്കിൽ വലിയ സമാധാനപരമായ പോളിംഗ് ആണ് നടക്കുന്നത്. ഈ ആളുകൾ രാവിലെ നേരത്തെ തന്നെ എത്തിയത് കൊണ്ട് തന്നെ പല ബൂത്തുകളും വലിയ തിരക്ക് എന്ന് പറയാൻ കഴിയില്ല. വരുന്ന ആളുകൾ വേഗത്തിൽ വന്ന് വോട്ട് ചെയ്തു പോകുന്നു. അതുകൊണ്ട് തന്നെ നീണ്ട ക്യൂ ഇല്ല, എങ്കിൽ പോലും ചെറിയ ചെറിയ ക്യൂകൾ പലയിടങ്ങളിലുമുണ്ട്. ഇനിയിപ്പം ഏതാണ്ട് 10:30 കൂടിയായി. രാവിലത്തെ ആ ഒരു ഒഴുക്ക് ഇപ്പോൾ ഏതാണ്ടൊക്കെ തീരാനായിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആളുകൾ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം മലപ്പുറം CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ വോട്ട് ചെയ്യാൻ വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഇവിടെയാണ്, അതായത് മലപ്പുറം നഗരസഭ 5ാം വാർഡ് ഉൾപ്പെടുന്ന ഉമ്മത്തൂർ AMUP സ്കൂളിലെ 2ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹം കുടുംബസമേതം വോട്ട് ചെയ്യാൻ വരികയാണ്. അദ്ദേഹം അതിന്റെ ബൂത്ത് കൂടിയാണ് ഇവിടെ. ഏതായാലും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് മലപ്പുറം ജില്ല ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ രാവിലത്തെ ഈ ആദ്യത്തെ 1-2 മണിക്കൂറുകൾ അല്ലെങ്കിൽ 2.5 മണിക്കൂറുകൾ പിന്നിടുമ്പോഴുള്ള ഈ ഒരു ശതമാനം ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ശതമാനം കണക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് പല നഗരസഭകളിലും ഒക്കെ, നഗരസഭാ പരിധികളിലും ഒക്കെ തന്നെ അത്തരത്തിൽ പോളിംഗ് ശതമാനം കൃത്യമായി നല്ല പോളിംഗ് ശതമാനത്തിലേക്ക് രാവിലെ തന്നെ പോകുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനപരമായ പോളിംഗ് പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മലപ്പുറം ജില്ലയിൽ നൽകാൻ കഴിയുന്നത്. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി, മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ അദ്ദേഹത്തിന്റെ കുടുംബസമേതം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. അദ്ദേഹം ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നുള്ളത്.